കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ പൊളിറ്റിയിലെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഒരു 2-3 ടോപ്പിക് കൂടി പറഞ്ഞു കഴിയുമ്പോൾ ആ ടോപ്പിക് കംപ്ലീറ്റ് ആവും. അതുകൂടി അപ്പൊ ജസ്റ്റ് നോക്കിപ്പോ. ഏറ്റവും ആദ്യം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാൻ ഇടയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് രൂപീകരണത്തിന് വഴിവെച്ച് ക്യാബിനറ്റ് മിഷൻ വരുന്നത്, പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ആളുകളെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭാഗമായിരുന്ന വനിതകളെ പറ്റി, മലയാളികളെ പറ്റിയൊക്കെയാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്ന കാര്യം, അതിലേക്ക് ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. മൊത്തം 296 സീറ്റുകളാണ് പ്രിൻസിലി സീറ്റുകളിലേക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 208 സീറ്റ് കോൺഗ്രസ് വിജയിച്ചു. പിന്നെ 73 സീറ്റോളം മുസ്ലിം ലീഗ് വിജയിച്ചു. 15 സീറ്റോളം സ്വതന്ത്രരായിട്ടുള്ളവരൊക്കെ വിജയിച്ചു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടുക. അതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1946 ഡിസംബർ 9. ഇതിടയ്ക്ക് ചോദ്യത്തിലൊക്കെ കാണുന്നതാണ്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നതെന്നുള്ള ചോദ്യം ഇടയ്ക്ക് കാണാറുണ്ടോ? ഡിസംബർ 9, 1946 ഏറ്റവും ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. ഈ മീറ്റിംഗിൽ 207 മെമ്പേഴ്സ് ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. നമ്മൾ പറഞ്ഞു 296 പേരാണ് ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ബ്രിട്ടീഷ് പ്രൊവിൻസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം ബാക്കിയുള്ള 93 സീറ്റ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന പ്രിൻസിലി സ്റ്റേറ്റുകൾക്കായിരുന്നു. ഈ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ രാജാക്കന്മാർ പ്രതിനിധികളെയൊന്നും ആദ്യത്തെ മീറ്റിംഗിലേക്ക് അയച്ചിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത 207 പേരാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് 208 സീറ്റുകൾ, 296 208 സീറ്റും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഇത് ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ ആയിരുന്നിരിക്കും. പിന്നെ മുസ്ലിം ലീഗ് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നത്. മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്ന 73 പേര് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. അപ്പം ഒന്നുകൂടി പറയാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഡിസംബർ 9, 1946 ഈ മീറ്റിംഗിൽ 207 മെമ്പേഴ്സ് ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ 73 മെമ്പേഴ്സും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭ തുടങ്ങിയ ആദ്യത്തെ മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പം ഏതൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതൊരു ഇനിഷ്യേറ്റീവിനും ഹെഡായിട്ട് ഒരാൾ വേണം. അങ്ങനെ ഈ ഡിസംബർ 9 ചേർന്ന ആദ്യത്തെ മീറ്റിംഗിൽ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഒരു തലവനെ താൽക്കാലികമായിട്ട് തെരഞ്ഞെടുത്തു. അതായത് ആ മീറ്റിംഗിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യത്തെ പ്രസിഡന്റ് അല്ലെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത്. അപ്പം ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ 9, 1946 കൂടിയത്. അന്ന് തന്നെ താൽക്കാലികമായിട്ട് ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. ആ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഇടത്ത സൈഡിൽ കാണുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുത്തത്. അതിനുശേഷം പിന്നീട് അത് താൽക്കാലികമായിട്ട് തെരഞ്ഞെടുത്താണ് ഇദ്ദേഹത്തെ. പിന്നീട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പെർമനന്റ് ആയിട്ട് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അത് 2 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 11, 1946 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരാന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ഹെഡ് അല്ലെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞ വ്യക്തി താൽക്കാലിക ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ. പിന്നീട് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇനി പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതിനുശേഷം 2 വൈസ് പ്രസിഡന്റുമാരും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അവരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരി. HC മുഖർജിയും VT കൃഷ്ണമാചാരി ആയിരുന്നു ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റുമാര്. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ, നിയമവ്യവസ്ഥയും ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ നിയമവിദഗ്ധരുടെ അല്ലെങ്കിൽ നിയമമായിട്ട് വളരെ പരിചിതത്വമുള്ള ആളുകളുടെ സഹായം വേണ്ടിയിരുന്നു. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ
നിയമ ഉപദേശകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് BN റാവു എന്ന് പറഞ്ഞ വ്യക്തി. ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടെല്ലാം വളരെ പരിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ലീഗൽ അഡ്വൈസർ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ BN റാവു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി HVR അയ്യങ്കാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ജോലി വേഗം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു മൊത്തം ഈ ഒരു സഭയെ മുന്നോട്ട് കൊണ്ടുപോയി അതിലെ എംപ്ലോയീസിനെ ജോലിക്കാരെല്ലാം ഒരുമിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത്തരം കാര്യം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ HVR അയ്യങ്കാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മീറ്റിംഗ് December 9, 1946 കൂടിയത്. അന്ന് 207 മെമ്പേഴ്സ് ആയിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. മുസ്ലിം ലീഗ് ആദ്യത്തെ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. കാരണം അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ഭാഗമുണ്ട്, അവർക്ക് ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ രാജ്യം തന്നെ വേണം, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഭാഗമൊന്നും ആവുന്നില്ല എന്നുള്ള നിലപാടിൽ ഇവർ ആദ്യത്തെ മീറ്റിംഗ് മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 207 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു പ്രസിഡന്റിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തെരഞ്ഞെടുത്തു. അതാണ് സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞ വ്യക്തി. December 9 ആദ്യത്തെ മീറ്റിംഗിൽ തന്നെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിന്റെ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതാണ് നമുക്കറിയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന വ്യക്തികളാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റുമാരായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റുമാര്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ ഭരണഘടനയിലെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയായിട്ടും അല്ലെങ്കിൽ നിയമത്തിന്റെ എല്ലാം പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ തന്നെ സഹായം വേണമായിരുന്നു. അപ്പോൾ അത്തരത്തില് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ അല്ലെങ്കിൽ നിയമ ഉപദേശം എന്നുള്ള സ്ഥാനമൊക്കെ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് BN റാവു. പിന്നീട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്നത് HVR അയ്യങ്കാർ എന്ന വ്യക്തിയാണ്. അടുത്തായിട്ട് നിങ്ങളിപ്പോ ഈ സ്ലൈഡിൽ കാണുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പേജാണ്. അതിൻ്റെ അകത്ത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ ശരിക്കുള്ള പകർപ്പ് എന്ന് പറഞ്ഞാൽ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം നല്ല കയ്യക്ഷരമുള്ള അല്ലെങ്കിൽ എഴുത്തില് പ്രത്യേകം സ്കില്ലും കഴിവുള്ള ആളുകളുടെ ആ ഒരു കഴിവിനെ കാലിഗ്രഫി എന്നും അങ്ങനെയുള്ളവരെ കാലിഗ്രാഫർ എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഭരണഘടന എഴുതിയതും അത്തരത്തില് കയ്യെഴുത്ത് പ്രതിയിലാണ് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ ഭരണഘടനയുടെ കാലിഗ്രാഫ് എന്നറിയപ്പെടുന്നതാണ് പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന് പറഞ്ഞ വ്യക്തി. പ്രേം ബിഹാരി നരൈൻ റൈസാദ ഭരണഘടനയുടെ കാലിഗ്രാഫറാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കിയ ആളാണ് ഈ പറയുന്ന പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഇദ്ദേഹത്തിന്റെ കയ്യക്ഷരമാണ് നമുക്ക് ഭരണഘടനയുടെ ആ പേജുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സ്ലൈഡിൽ തന്നെ ഒരു മുകളിൽ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ സൈഡിൽ ഡെക്കറേഷൻസ് ഒക്കെ കാണാം. ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് അല്ലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അലങ്കരിച്ച ഡെക്കറേറ്റ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറൊക്കെ തുടങ്ങി വെച്ച് ശാന്തിനികേതനിൽ നിന്ന് വളർന്നു വന്ന നന്ദലാൽ ബോസ്, DO റാം മനോഹർ സിൻഹ പോലെയുള്ള കലാകാരന്മാരാണ്. ഓക്കെ, ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് വരുമായിരുന്നു. സോറി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതിയ ആളാണ് പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഇനി ഭരണഘടനയെ ഡെക്കറേറ്റ് ചെയ്ത അല്ലെങ്കിൽ അലങ്കരിച്ച ആളുകളാണ് രവീന്ദ്രനാഥ് ടാഗോറൊക്കെ തുടങ്ങി വെച്ച് ശാന്തിനികേതൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന നന്ദലാൽ ബോസ് അല്ലെങ്കിൽ DO റാം മനോഹർ സിൻഹ തുടങ്ങിയവരാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിന്റെ മുമ്പിൽ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഓഫ്
കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഈ പേജുണ്ടായിരുന്നു, അതിലും ഒരു ഡെക്കറേറ്റ് ചെയ്ത ഒരു ചതുരത്തിലുള്ള ഒരു പോർഷൻ നമ്മുടെ എല്ലാം പുസ്തകങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡെക്കറേഷൻ നടത്തിയ ആൾ, അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ ഡിസൈനും ഡെക്കറേഷൻ ഒക്കെ നടത്തിയ ആളും ഈ പറഞ്ഞ ബിയൂഹ റാം മനോഹർ സിൻഹ തന്നെയായിരുന്നു. അദ്ദേഹമാണ് പ്രിയാമ്പിൾ, സ്പെസിഫിക് ആയിട്ടും പ്രിയാമ്പിൾ ഡിസൈൻ ചെയ്ത ഇദ്ദേഹമാണ് ബിയൂഹ റാം മനോഹർ സിൻഹ. ഇനി ഭരണഘടനയുടെ, ഇപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നതൊക്കെ ഇംഗ്ലീഷ് കോപ്പിയാണ്, ഭരണഘടനയുടെ ഇംഗ്ലീഷ് കോപ്പിയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇനി ഇതിന്റെ ഹിന്ദി കോപ്പി എഴുതിയ ആളെന്ന് പറഞ്ഞാൽ വസന്ത കിഷൻ വൈദ്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹിന്ദി പകർപ്പ് എഴുതിയത്. ഹിന്ദി പകർപ്പിന്റെ കാലിഗ്രാഫർ വസന്ത് കൃഷ്ണൻ വൈദ്യ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അതും ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് തന്നെയാണ്. അപ്പം നന്ദലാൽ ബോസ്, ബിയോഹ റാം മനോഹർ സിൻഹ തുടങ്ങിയവരാണ് ഭരണഘടന ഡിസൈൻ ചെയ്തതും അലങ്കരിച്ചതുമായിട്ടുള്ള വ്യക്തികൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി പറയാം, നമ്മുടെ ഇംഗ്ലീഷ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യക്ഷരമാണ് നമ്മൾ ഇപ്പൊ ഈ പടത്തിൽ കാണുന്നത്. ഇംഗ്ലീഷ് ഭരണഘടന കോപ്പി എഴുതിയത് അദ്ദേഹമാണ്. ഇനി ഈ ഭരണഘടനയുടെ ഭാഗങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തത് ശാന്തിനികേതന്റെ ഭാഗമായിരുന്ന കലാകാരന്മാരായിരുന്നു. നന്ദലാൽ ബോസും റാം മനോഹർ, ബിയോഹർ റാം മനോഹർ സിൻഹയും പോലുള്ളവരായിരുന്നു ഡിസൈൻ ചെയ്തത്. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് ബിയോഹർ റാം മനോഹർ സിൻഹയാണ്. ഭരണഘടനയുടെ ആമുഖം അദ്ദേഹമായിരുന്നു ഡിസൈൻ ചെയ്തത്. ഇനി ഭരണഘടനയുടെ ഹിന്ദി കോപ്പി, ഹിന്ദി പ്രതി കാലിഗ്രഫി അല്ലെങ്കിൽ എഴുതിയത് വസന്ത കൃഷ്ണൻ വൈദ്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ റോളുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, എങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് രണ്ട് തവണ മ്യൂട്ട് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ. ഇനി ഇത് PSC ചോദിച്ച ചോദ്യമാണ്. ഹു വാസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബിഫോർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ടുക്ക് ഓവർ? അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് താൽക്കാലികമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദ്യം. നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാവും. ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഓക്കെ 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 ഓക്കെ. അപ്പൊ കുറെ പേരൊക്കെ തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. നമ്മൾ ആ സ്ലൈഡിൽ കാണിച്ച ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട. നമ്മൾ പറഞ്ഞു അദ്ദേഹമായിരുന്നു അസംബ്ലിയിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പം കുറെ പേര് ശരിയാക്കിയിട്ടുണ്ട്, കൊള്ളാം. ഇനി ഇത് മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാ? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഭാഗമായിരുന്നു. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നതാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് സൂചിപ്പിച്ചു പോയിരുന്നു, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. ഇനി ഓപ്ഷൻസ് ഇതാണ്: 1 4, അല്ലെങ്കിൽ 4 മാത്രം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 1 മാത്രം. ഇനി ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 2 4. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതായത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 1 4, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 4 മാത്രം, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 1 മാത്രം, ഓപ്ഷൻ ഡി 2 4. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായതെന്നാണ് ചോദ്യം. അപ്പം ആദ്യത്തെ ഓപ്ഷൻ 1 4, രണ്ടാമത്തേത് 4 മാത്രം, മൂന്നാമത്തേത് 1 മാത്രം, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 2 4. ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെയാണെന്നാണ് ചോദ്യം.
ഓക്കെ, അപ്പൊ കുറച്ച് പേരുടെ ആൻസർ കണ്ടു. ഓക്കെ, എങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ഇതിലെ മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. അവർ ഇതിന്റെ ഭാഗമായിരുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ രണ്ടും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു. ഇവർ രണ്ടും ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ഇത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗമാകുകയും ചെയ്തിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് നമ്മളിപ്പോ പറഞ്ഞു. അദ്ദേഹവും ഈ പറഞ്ഞ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും വൈസ് പ്രസിഡന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ശരിക്കും. അപ്പം നമ്മുടെ ഓപ്ഷനിൽ തെറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും രണ്ട് വരികൾ. ഇനി അടുത്തായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. അത് ശരിയാണെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉത്തരത്തിൽ വരികയല്ല, തെറ്റായതാണ് ഇപ്പൊ ചോദിച്ചേക്കുന്നത്. അപ്പം ഇതുവരെ മൂന്നെണ്ണം നമ്മളിപ്പോ കണ്ടുപോയില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ തെറ്റായിട്ടുള്ളൂ. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്ന ജനുവരി 26 അതിന് 2 ദിവസം മുമ്പാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത്. ഈ ജനുവരി 24 തന്നെയായിരുന്നു. അപ്പം അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഉത്തരം വന്നു കഴിയുമ്പോൾ ഒന്ന് മാത്രമാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാവും. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ഇതിലെ അംഗമല്ലായിരുന്നു. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. അപ്പം ഒന്ന് മാത്രമേ തെറ്റായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ്. അടുത്തായിട്ട് നമ്മളിപ്പോ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് കൂടി അതിനുശേഷം ഒരു പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒരു സഭ വന്നത് തന്നെ ഒരു ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ എങ്ങനത്തെ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് എങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ പറ്റിയെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലക്ഷ്യത്തിന്റെ വ്യക്തത വരുത്താനൊക്കെ ആയിട്ട് ഒരു പ്രമേയം ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ പേരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അല്ലെ ലക്ഷ്യ പ്രമേയം എന്നൊക്കെ പറയുന്നത്. ഇത് എപ്പോഴും തന്നെ PSC ചോദ്യങ്ങളിലൊക്കെ കാണുന്നതാണ്. ഇത് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അതായത് എന്തായിരിക്കണം നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടന, എങ്ങനെയായിരിക്കണം, അതിൽ എന്തൊക്കെ തരം പ്രൊവിഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഭാഗങ്ങളാണ്, എന്തൊക്കെ ആയിരിക്കണം അതിൽ ഉൾക്കൊള്ളേണ്ട ആശയങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ, അല്ലെ ഒരു പ്രമേയമായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു December 9, 1946 ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അതിനുശേഷം December 13, 1946 നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. അതായത് ഭരണഘടനയുടെ ആദ്യ സമ്മേളനം ചേർന്ന് 4-മത്തെ ദിവസം തന്നെ എങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന, എന്തൊക്കെ ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നെഹ്റു December 13, 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. ഇത് കാണിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ. നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളേണ്ട അടിസ്ഥാന കാര്യങ്ങളും അതിലെ ഫിലോസഫി തത്വങ്ങളും എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെയായിരുന്നു ഈ ഒരു പ്രമേയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. December 13, 1946 അവതരിപ്പിച്ച ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസ്സാക്കിയത് അവരെല്ലാം കൂടി അംഗീകരിച്ചത് January 22, 1947 അപ്പൊ ഈ രണ്ട് ഡേറ്റുകൾ ഓർത്തു വെക്കണം. എന്നാണ് അവതരിപ്പിച്ചതെന്ന് ഓർത്തു വെക്കണം. എന്നാണ് ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ഇത് അംഗീകരിച്ചത്, അവിടുത്തെ അംഗങ്ങൾ എല്ലാവരും കൂടി ഇത് അംഗീകരിച്ചത് എന്നാണ് കൂടി ഓർത്തു വെക്കണം. അപ്പം December 13, 1946 ഇത് അവതരിപ്പിച്ചത്, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. January 22, 1947 ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത്. പിന്നീട് അതിനുശേഷം ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞപ്പം ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉൾപ്പെട്ട ആശയങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇപ്പോൾ കാണുന്ന പ്രിയാമ്പിൾ, അല്ലെങ്കിൽ ആമുഖം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് പ്രിയാമ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് രൂപമാറ്റം വന്നത്. അതുകൂടി ഓർത്ത് വെച്ചുക. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പറ്റി ഇത്തരം കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അതിൽ എന്തൊക്കെ ആശയങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇദ്ദേഹം December 13, 1946 ഇത് അവതരിപ്പിച്ചത്. ഇത്
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് ജനുവരി 22, 1947 പിന്നീട് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന് ഒരു രൂപമാറ്റം വരുത്തിയാണ് നമ്മുടെ ഭരണഘടനയുടെ ഇന്ന് കാണുന്ന പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പറ്റി ഓർത്തിരിക്കുക. ഇനി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ചില ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ ഉണ്ടാവേണ്ടതെന്നൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ നമ്മുടെ ഈ സ്ക്രീനിൽ വന്നേക്കുന്ന ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ആയിരിക്കും ഇന്ത്യ ഉണ്ടാക്കേണ്ടതെന്ന് അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പം ഈ ആശയങ്ങളല്ല ഇപ്പോഴും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം അവതരിപ്പിച്ച ആ ഒരു ലക്ഷ്യപ്രമേയം തന്നെയാണ് മുന്നോട്ട് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന ഈ വഴികാട്ടിയായത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക് ആയിരിക്കും. പിന്നെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഡെമോക്രസി ഉണ്ടാവും. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട്, അതായത് നമുക്ക് വോട്ട് ചെയ്ത് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, അത് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഇനി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള വേതനം ലഭിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജാതിയോ മതത്തിന്റെ ഒന്നും വേർതിരിവ് ഇല്ലാതെ എല്ലാവർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക, അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുക, അവർക്ക് തുല്യ വേതനം ലഭിക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനാണെങ്കിൽ, ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഡെമോക്രസിയുടെ ഭാഗമായിരിക്കും. ഇനി സോഷ്യൽ ആയിട്ടുള്ള ഡെമോക്രസി, എല്ലാവർക്കും തുല്യത സമൂഹത്തിൽ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എല്ലാ ആശയങ്ങളും ഉണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നെഹ്റു അന്ന് വിഭാവനം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പിന്നീട് ഭരണഘടന നിലയിൽ വന്നപ്പോൾ മൗലിക ആവശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. പിന്നീട് മൈനോറിറ്റീസിനും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കും ന്യൂനപക്ഷത്തിനും പിന്നാക്കക്കാർക്കും എല്ലാം പ്രത്യേക അവകാശങ്ങളും അല്ലെങ്കിൽ അവർക്ക് തുല്യത ഉറപ്പാക്കുന്ന എല്ലാ പോർഷൻസ് എല്ലാം ഉണ്ടായിരിക്കണമെന്ന് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഭരണഘടന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ ഇതോടൊപ്പം തന്നെ മറ്റ് ചില ധർമ്മങ്ങളും ചില ഫംഗ്ഷനുകളും ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആദ്യത്തെ ഉദ്ദേശം അല്ലാതെ മറ്റ് ചില കാര്യങ്ങളും കൂടി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർവഹിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിലെ ഒരു ലെജിസ്ലേച്ചറായിട്ട് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയായിട്ടും കൂടി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു സഭയെ അല്ലാതെ നിയമനിർമ്മാണ സഭയായിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം, അല്ലെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണം അവസാനിച്ചതിന് ശേഷം, അപ്പോൾ ഒരു ലെജിസ്ലേച്ചർ ആയിട്ടും കൂടി ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിന്റെ ഭരണഘടന ഉണ്ടാക്കാനുള്ള അതിന്റെ ധർമ്മം ജനുവരി 24, 1950 ലാസ്റ്റ് മീറ്റിംഗോടുകൂടി തീർന്നു നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് മീറ്റിംഗ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലാസ്റ്റ് മീറ്റിംഗ് 1950 ജനുവരി 24 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അതിന്റെ ധർമ്മം എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷെ 1951, 52 ആദ്യത്തെ ഇലക്ഷനുകൾ നടന്ന. 52 നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയുടെ വരുന്നത്. അതുവരെ നിയമനിർമ്മാണ സഭയായിട്ട് വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയായിരുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മറ്റൊരു ധർമ്മമായിരുന്നു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയായിട്ടും കൂടി വർക്ക് ചെയ്യുക എന്നുള്ളത്. അടുത്തായിട്ട് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ കൂട്ടമുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതും ഏതാണ്ട് ഇതേ അർത്ഥം തന്നെ. ശരിക്കും കോമൺവെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഉണ്ടായിരുന്ന കോളനികളെ പിന്നീട് സ്വതന്ത്ര രാജ്യങ്ങളായ എല്ലാ രാജ്യങ്ങളെയും കൂടി കൂട്ടിയുള്ള ഒരു സംഘടനയാണ് ഈ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ കോളനിയായിരുന്ന, അല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ പിന്നീട് അവര് സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. ഇന്ത്യയും ഓസ്ട്രേലിയയും പാകിസ്ഥാനൊക്കെ പോലെയുള്ളവര്, അങ്ങനെയുള്ള രാജ്യങ്ങളെ എല്ലാവരെയും കൂടി കൂട്ടി ഉണ്ടാക്കിയ സംഘടനയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പങ്കെടുക്കുന്ന ഗെയിംസ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. അത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കോമൺവെൽത്ത് എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് ഇന്ത്യ അംഗമാവുന്നതിന് തീരുമാനിച്ചതും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. അപ്പം കോമൺവെൽത്തിലേക്ക് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യ അംഗമാവുന്നതിനെ അംഗീകരിച്ചതും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യയുടെ
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ് ജനുവരി 24, 1950, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അവസാനത്തെ മീറ്റിംഗ് ദിവസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ മൂന്ന് ഫംഗ്ഷൻ ഇപ്പൊ തന്നെ വന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർവഹിച്ചത്. ഒന്ന്, നിയമനിർമ്മാണ സഭയായിട്ട് അത് വർക്ക് ചെയ്തു. അതിനുശേഷം കോമൺവെൽത്ത്, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുണ്ടായ സാമ്രാജ്യങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളെല്ലാം കൂട്ടി ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് കോമൺവെൽത്ത്. ആ കോമൺവെൽത്ത് എന്ന് പറയുന്ന സംഘടനയിലേക്കുള്ള ഇന്ത്യയിലെ അംഗത്വം അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ജനുവരി 24, 1950, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അവസാനത്തെ മീറ്റിംഗ് ദിവസം അംഗീകരിച്ചതും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്ത അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പതാകയെ അംഗീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടും പഠിച്ചിട്ടുണ്ടായി. പിംഗലി വെങ്കയ്യ എന്ന് പറഞ്ഞ വ്യക്തി രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഇന്ത്യയുടെ പതാക അംഗീകരിച്ചതും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. ഇന്ത്യൻ പതാക അംഗീകരിച്ച ദിവസം ജനുവരി 22, 1947. ഈ ദിവസങ്ങളല്ല ഓർത്തിരിക്കരുത്, കാണാതെ പഠിക്കണം. ആദ്യം തന്നെ കേൾക്കുമ്പോൾ ഓർത്തിരിക്കുമെന്നായിട്ടില്ല, പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചില്ല. ഇത് നമുക്ക് മനഃപ്പാടമാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇന്ത്യയുടെ പതാക അംഗീകരിച്ച ദിവസം ജൂലൈ 22, 1947 ആയിരുന്നു. ഇത് ഭരണഘടന നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇന്ത്യൻ പതാകയെ അംഗീകരിച്ചത് ജൂലൈ 22, 1947. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനവും ഇന്ത്യയുടെ നാഷണൽ സോങ്ങും. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാം, നാഷണൽ ആന്തം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ജനഗണമനയാണ്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ആന്തം. അതും ജനുവരി 24, 1950 അംഗീകരിച്ചത്. ഇനി ഇന്ത്യയുടെ നാഷണൽ സോങ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണെന്ന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവോ? ഇന്ത്യയുടെ നാഷണൽ സോങ്. വന്ദേ മാതരം. ഓക്കെ. വന്ദേ മാതരമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നാഷണൽ സോങ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതും ജനുവരി 24, 1950 തന്നെയാണ് അംഗീകരിച്ചത്. ഇന്ത്യയുടെ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അംഗീകരിച്ചത് ജനുവരി 24, 1950 തന്നെയാണ്. അപ്പം ഭരണഘടന നിർമ്മാണ സഭ നിർവഹിച്ച, അതായത് ഭരണഘടന ഉണ്ടാക്കാനുള്ളതല്ലാതെ നിർവഹിച്ച മറ്റ് ധർമ്മങ്ങൾ അല്ലെ ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, നിയമനിർമ്മാണ സഭയായിട്ട് വർക്ക് ചെയ്തു. രണ്ട്, കോമൺവെൽത്തില് അംഗത്വം അംഗീകരിച്ചു. കോമൺവെൽത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുണ്ടായിരുന്ന കോളനികളിലെ ഭൂപ്രദേശങ്ങളെ സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ കോമൺവെൽത്ത്. അപ്പം ആ കോമൺവെൽത്തിലേക്കുള്ള അംഗത്വം കൂടി അംഗീകരിച്ചു. അടുത്തതായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തതും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. അതും ജനുവരി 24, 1950. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായിട്ട് സമ്മേളിച്ച ജനുവരി 24, 1950 എന്ന തീയതിയിലാണ്. അന്ന് തന്നെയാണ് നമ്മുടെ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തായിട്ട് ഇന്ത്യയുടെ പതാക അംഗീകരിച്ചത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. പക്ഷെ അതിന്റെ ഡേറ്റ് വ്യത്യാസമുണ്ട്. ജൂലൈ 22, 1947. അടുത്തായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയുള്ള ഏതാണ്ട് ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റികളെ പറ്റിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം കൊടുത്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതല്ലാതെ മെയിൻ ആയിട്ടും മൊത്തം 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളുടെ പേരും അതിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരുമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പം 8 ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ സമയം പോലെ ഈ 7 ആദ്യത്തെ സ്ക്രീനിലുണ്ട്, 8ാമത്തേത് 2ാമത്തെ സ്ക്രീനിലും കൂടി ഉണ്ട്. അപ്പം ഇതിലൊന്നാണ് ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം കൊടുത്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം മൊത്തം 8 ഇമ്പോർട്ടന്റ് കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ എല്ലാം
നേതൃത്വം കൊടുത്ത വ്യക്തികളും കൂടി ഈ സ്ക്രീനിലുണ്ട്. അത് നോട്ടായിട്ടും കൂടി തരാം. അപ്പം നിങ്ങൾ സമയം പോലെ അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പം എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ യൂണിയൻ അല്ലെ സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെ പവർ ഉണ്ടായിരിക്കണം, എന്തൊക്കെയായിരിക്കണം അതിന്റെ ധർമ്മം എന്നൊക്കെ തീരുമാനിക്കാനും കൂടി ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ കമ്മിറ്റിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഇനി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണഘടന പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള കമ്മിറ്റി തന്നെയായിരുന്നു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അടുത്തായിട്ട് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം ഒന്നിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ വല്ലഭായ് പട്ടേലാണ്. അപ്പം പ്രോവിൻസുകളെ, നമ്മുടെ രാജ്യത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് സർദാർ പട്ടേലായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെ ഏറ്റവും കൂടുതൽ ചോദ്യത്തിൽ വരുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി റൂൾ പ്രൊസീജിയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ എല്ലാം ഉണ്ടാക്കി അങ്ങനെയുള്ളതൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റേറ്റുമായിട്ടൊക്കെ ചർച്ചകൾ നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും ഭരണഘടന നിർമ്മാണ സഭയെ മുന്നോട്ട് നയിക്കാൻ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതിന്റെ മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയസ്. ഇത് സർദാർ പട്ടേൽ നേതൃത്വം കൊടുത്താണ്. അതായത് മൗലിക അവകാശങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട്, ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു സർദാർ പട്ടേൽ നേതൃത്വം കൊടുത്ത ഈ കമ്മിറ്റി. ഇതിന്റെ ഭാഗമായിട്ട് 4 സബ് കമ്മിറ്റികളും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ നേതാക്കന്മാരുടെ കാര്യവും ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നോട്ടിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ ഇങ്ങനെ വായിച്ചു പോയാലും നിങ്ങൾ അത് ഓർത്തിരിക്കണമെന്നില്ല. അപ്പം റിവൈസ് ചെയ്യുക, ഇതിന്റെ നോട്ടിൽ തന്നോളാം. അപ്പം ആ റിവൈസ് ചെയ്യുക. അപ്പം ഈ കമ്മിറ്റികൾ മെയിനായിട്ട് 8 ഉണ്ടായിരുന്നത്. അതിലെ ആ നേതാക്കന്മാരുടെ പേരും അതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരും കൂടി ഒന്ന് സമയം പോലെ പഠിച്ചു വെച്ചോളുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി നമ്മൾ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അപ്പം ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. ശരിക്കും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ കരട് രൂപം ഉണ്ടാക്കുക. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, കരട്. അതായത് ഏതൊരു സാധനത്തിന്റെ ഒരു കരട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ രൂപം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം മാറ്റങ്ങൾ വരാൻ പോകുന്നില്ലെങ്കിലും ചെറിയ ചെറിയ വെട്ടിത്തിരുത്തലുകളും കുറച്ച് കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാക്കുന്നതാണ്. ഈ കരടിന് മാറ്റം വരുത്തിയാണ് അവസാനത്തെ കോപ്പി ഉണ്ടാക്കുന്നത്. അപ്പം എന്തൊരു സാധനത്തിന്റെ ആയിക്കോട്ടെ, എന്തൊരു കൃതിയുടെ ആയിക്കോട്ടെ, ഏതൊരു സൃഷ്ടിയുടെ കരട് അല്ലെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ രൂപം എന്നുള്ളതാണ്. അതില് പിന്നെ ചെറിയ ചെറിയ കൂട്ടിച്ചേർക്കലുകൾ, ചെറിയ ചെറിയ വെട്ടിത്തിരുത്തലുകളും എല്ലാം ചേർത്താണ് അവസാനത്തെ ഭാഗം, ഫൈനൽ ആയിട്ടുള്ള കോപ്പി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ കരട് രൂപം, ആദ്യത്തെ രൂപം ഉണ്ടാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് രൂപീകരിച്ച ഡേറ്റ് അത് ഓർത്ത് വെച്ചോളൂ. ഓഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഓഗസ്റ്റ് 29, 1947. അപ്പം ഏതാണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയിട്ട് ഒരു 10 മാസത്തോളം കഴിഞ്ഞിട്ടാണ്. നമ്മൾ പറഞ്ഞു ഡിസംബർ 9, 1946 ആദ്യത്തെ കമ്മിറ്റി. ഇത് ഡിസംബർ 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ 10 മാസത്തോളത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ ഡേറ്റ് ഓർത്ത് വെച്ചുള്ള ഓഗസ്റ്റ് 29, 1947. ഇതിന്റെ ചെയർമാനായിട്ട് ഹെഡായിട്ട് വർക്ക് ചെയ്ത ആളാണ് BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന്റെ കരട് രൂപത്തിന് ഉണ്ടാക്കാനായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ. പിന്നീട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭാഗമായിരുന്ന എല്ലാവരെയും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. കാരണം ഇത് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ളവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഭാഗം അല്ലാതിരുന്നവർ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യം. അപ്പം ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ മൊത്തം 7 പേരായിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരട് രൂപം ഉണ്ടാക്കാനുള്ള കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. BR അംബേദ്കറിനെ ചേർന്ന് അതല്ലാതെ N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, ഡോക്ടർ KM മുൻഷി ഉണ്ടായിരുന്നു, സയ്യിദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, N മാധവറാവു ഉണ്ടായിരുന്നു, TT കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു. ഇങ്ങനെ 7 വ്യക്തികളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ N മാധവറാവു എന്ന് പറഞ്ഞ വ്യക്തി, ലീഗൽ മിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി രാജിവെച്ച വേക്കൻസിയിലാണ് വന്നത്.
ടി കൃഷ്ണമാചാരിയാകട്ടെ DP ഖൈത്തൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച ആ ഒരു വേക്കൻസിയിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമായത്. അപ്പം ഓഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഭരണഘടനയുടെ കരട് രൂപം, ആദ്യത്തെ രൂപം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ധർമ്മം. ഇതിന്റെ ചെയർമാൻ നേതൃത്വം കൊടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇദ്ദേഹം ഉൾപ്പെടെ 7 മെമ്പേഴ്സ് ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ അല്ലാതെ ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, ഡോക്ടർ KM മുൻഷി ഉണ്ടായിരുന്നു, സയ്യിദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, മാധവറാവു ഉണ്ടായിരുന്നു, ടി കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ റിവൈസ് ചെയ്ത് ഓർമ്മ വെച്ചോളുക. ഇനി ഇതാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയുള്ള വന്നിട്ടുള്ള ഒരു ചോദ്യം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ശരിയായ വസ്തുതയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. അതെന്തുകൊണ്ട് ശരിയായ ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ശരിക്കും ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുക എന്നുള്ളതല്ല ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചുമതല. ഭരണഘടനയുടെ കരട് രൂപം, ആദ്യത്തെ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭ തന്നെയാണ് അംഗീകാരം കൊടുത്തത്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു ധർമ്മമല്ലായിരുന്നു. ഇനി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. നമ്മൾ പറഞ്ഞു ഇതിൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. കാരണം 1946 ഡിസംബറിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ തന്നെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയത്. അതായത് നമ്മൾ പറഞ്ഞു അതിനുശേഷം ഒരു 10 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അപ്പൊ 1947 ഓഗസ്റ്റ് 29 PSC എങ്ങനെയൊക്കെ വർഷം മാറ്റി ഡേറ്റില്ല ഒന്നായിട്ടൊക്കെ ചോദിക്കാറൊക്കെ ഉള്ളതാണ് അങ്ങനെയുള്ള കുഴക്കുന്നവരൊക്കെ. അപ്പം ആ വർഷത്തിൽ മാറ്റം ഉണ്ടായിരുന്നു ഈ ഓപ്ഷനില്. 1947 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാല് 1ഉം 3ഉം ശരിയാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. BR അംബേദ്കർ അധ്യക്ഷൻ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയുള്ള ഏതാണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പം ഇനി അത് നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. അതിന്റെ നോട്ട്സ് തരാം. അപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ PSC എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക്കുകളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സിലബസിന്റെ ആദ്യത്തെ പോയിന്റർ ആയിട്ട് PSC കൊടുത്തിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതിന്റെ പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഓർക്കേണ്ടത് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതും ചോദ്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. നമ്മുടെ ഭരണഘടനയിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് എന്താണ് ഒരു ഭരണഘടന എന്നുള്ളത് ഓർത്ത് വെച്ചുള്ളത്. ഭരണഘടന ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവിടുത്തെ ഭരണ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, അവിടുത്തെ ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം, ഗവൺമെന്റിന്റെ പവറുകൾ എന്താണ്, ഗവൺമെന്റിന്റെ ഡ്യൂട്ടികൾ എന്താണ്, ഗവൺമെന്റിന് എത്രത്തോളം ജനങ്ങളുടെ മുകളിൽ ഇടപെടാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവരുടെ അധികാരത്തിന് വലിപ്പമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാനായിട്ട് ഉദ്ദേശിച്ചുള്ള ഡോക്യുമെന്റ് ആണ് ഈ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമമാണ്, അല്ലെ ഫണ്ടമെന്റൽ റൂളാണ് ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജ്യത്തെ സർക്കാരിന്റെ പവറുകൾ എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ കടമകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ സർക്കാരിന് എത്രത്തോളം ഒരു ജനങ്ങളുടെ ഇടയിൽ അല്ലെ പൗരന്മാരുടെ ജീവിതത്തിന് മുകളിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതായത് അവരുടെ ലിമിറ്റേഷൻ പരിധി എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇതില് ജനങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഉണ്ടായിരിക്കും, ജനങ്ങളുടെ കർത്തവ്യങ്ങളെ പറ്റി ഉണ്ടായിരിക്കും. ഇനി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ മേഷണറിയെ ശരിക്കും മൂന്നായിട്ട് തിരിക്കുക: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ,
ജുഡീഷ്യറിയെ നമുക്ക് പിന്നീട് പറയാം. അപ്പം ഇതൊക്കെ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം, അതായത് എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത്, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ആരായിരിക്കും, പ്രസിഡന്റ് ആണോ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണോ, അല്ലെങ്കിൽ ഇവർക്കുള്ള അവകാശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സർക്കാർ ജനങ്ങൾക്കായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, സർക്കാർ ഇക്വാളിറ്റി ഉറപ്പാക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പൊ സർക്കാർ എന്തൊക്കെ ചെയ്യണം, ഇനി സർക്കാരിന് എന്തൊക്കെ പരിധിയുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുന്ന തരത്തിൽ സർക്കാരെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ജനങ്ങളുടെ ലൈഫിന് ലിബർട്ടിക്കും എതിരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജനങ്ങളുടെ ഇക്വാളിറ്റി നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന് പരിധിയുണ്ട്. അങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ കാണിക്കുന്നതും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഭാഗമാണ്. അടുത്തത് ജനങ്ങളുടെ അവകാശങ്ങളും ജനങ്ങളുടെ ധർമ്മങ്ങളും എന്തൊക്കെയാണ്. നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട്, അതിൽ ജനങ്ങളുടെ അവകാശങ്ങളെ പറ്റിയുണ്ട്. അതുപോലെ മൗലിക കർത്തവ്യങ്ങളുണ്ട്, ജനങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഭാഗമാണ്. അതുപോലെ അസ്പിരേഷൻസ് ഓഫ് പീപ്പിൾ, നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു സമൂഹമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമ്മുടെ അഭിപ്രായത്തിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അപ്പം ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ ഡോക്യുമെന്റാണ് ഭരണഘടന എന്നുള്ളത്. ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെ സവിശേഷതകളെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവൻ PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ചില സവിശേഷതകളെ പറ്റി PSC ചോദിക്കാറുള്ളതാണ്. ഒരു സവിശേഷത ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒരു രാജ്യത്തെ അടിസ്ഥാനമായിട്ടുള്ള നിയമമാണ് ഈ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടും എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഭരണഘടന. ഇനി ഇത് റിട്ടണും ഉണ്ട്, അൺറിട്ടണും ഉണ്ട്. എഴുതിയ ഭരണഘടനയുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്. എഴുതിയ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പോലെ ഒരു സഭ രൂപീകരിക്കുകയും ഒരു രാജ്യത്തിനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ തയ്യാറാക്കി എഴുതി തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ എഴുതിയ ഭരണഘടനയിലെ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയാണ്. 1770-കളില് ഒരു അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഒരു ബോഡി ഉണ്ടാവുകയും അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഭരണഘടന തീരുമാനിച്ച് തയ്യാറാക്കുകയും ചെയ്തു. അതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഏറ്റവും ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയുടെയാണ്. പിന്നീട് അതിന്റെ ചുവട് പിടിച്ചൊക്കെയാണ് ഇന്ത്യയുടേതും റിട്ടൺ ആണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിരുന്നു. അങ്ങനെ ആ അസംബ്ലിയിൽ തീരുമാനിച്ച് കൂടി ആലോചിച്ച് തയ്യാറാക്കി എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ. ഇനി എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണഘടന ഇല്ലെന്നോ അവിടെ നിയമവ്യവസ്ഥ ഇല്ലെന്നോ ഒന്നും അങ്ങനെയല്ല. പക്ഷെ ഇന്ത്യയുടെ അമേരിക്കയുടേതും പോലെ കുറെ പേര് ഒരുമിച്ച് ചേർന്ന് ഒരു ഭരണഘടന ഉണ്ടാക്കിയേക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഒരു ബോഡി രൂപീകരിക്കുക, അതിനായിട്ട് ഒരു സിംഗിൾ ഭരണഘടന ഉണ്ടാക്കുകയോ ചെയ്യാത്ത സ്ഥലങ്ങളെയാണ് അൺറിട്ടൺ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷനുള്ള സ്ഥലങ്ങൾ പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ തന്നെയാണ്. ബ്രിട്ടനിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു സമിതി രൂപീകരിക്കുക, അവർ ചേർന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുക ചെയ്തിട്ടില്ല. പക്ഷെ അവിടുത്തെ ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലാകാലങ്ങളായിട്ട് അവിടുത്തെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ആ നിയമത്തിന്റെ ബേസിസിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവിടെ ചില മാനേഴ്സ് അല്ലെ ചില കസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതായത് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് അത് അംഗീകരിക്കും. ശരിക്കും അംഗീകരിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഏതാണ്ട് 1707 തൊട്ട് അവിടുത്തെ രാജാവ് പാർലമെന്റ് എന്ത് നിയമം പാസ്സാക്കിയാലും അത് അംഗീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞ കാലാകാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ആ ഒരു മാനേഴ്സിന്റെ ഒരു കസ്റ്റത്തിന്റെ ഭാഗമാണ്, അവിടുത്തെ ഒരു രീതിയാണ്, ഒരു സവിശേഷതയാണ്, ആ തുടർന്നു വരികയാണ്. അതുപോലെ കാലാകാലങ്ങളിൽ അവിടുത്തെ പാർലമെന്റ് തയ്യാറാക്കുന്ന നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആ രാജ്യം ഭരിക്കപ്പെടുന്നത്. അവിടെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണഘടന, അങ്ങനെ ഒരു ഭരണഘടനയായിട്ട് എഴുതാനായിട്ട് ഒരു ബോഡി കൂടിയിട്ടോ ഇല്ല. അതാണ് എഴുതപ്പെടാത്ത ഭരണഘടന, അല്ല അൺറിട്ടൺ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി റിട്ടൺ ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിളുകൾ
അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിനെ 22 ഭാഗങ്ങളായിട്ട് 22 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. 8 ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകൾ ടേബിളുകളും നമ്മുടെ ആദ്യത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. ഇത് കമ്പയർ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ ആകെ 7 ആർട്ടിക്കിളുകളേ ഉള്ളൂ. ആകെ 7 ആർട്ടിക്കിളുകളേ ഉള്ളൂ. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 395 ആർട്ടിക്കിളുകളുണ്ട്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയിൽ ഇന്നും 7 ആർട്ടിക്കിൾ തന്നെയാണ്. അപ്പം നമ്മുടെ അവിടെ വന്നപ്പോ തന്നെ ഇലയിൽ വന്നപ്പോ തന്നെ 395 ഉണ്ടായിരുന്നു. പിന്നീട് കുറെ ഭരണഘടന ഭേദഗതികൾ അതായത് അമെന്റ്മെന്റുകൾ വഴി ഇപ്പൊ ഏതാണ്ട് 470 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ 2020 എത്തിക്കഴിഞ്ഞപ്പോൾ 470 ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട്. അപ്പം അത്രയേറെ വലുതാണ് അല്ലെങ്കിൽ നീണ്ടതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ ഈ ഭരണഘടന ഇത്ര ആർട്ടിക്കിളുകളുണ്ട് അല്ലെങ്കിൽ ഇത്ര ഭാഗങ്ങളുണ്ട് പാർട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചേക്കുന്നത് എന്താന്നുള്ളത് പറയാൻ നമ്മുടെ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് 4-ാമത്തെ ആർട്ടിക്കിൾ വരെ പറയുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ യൂണിയനും അത് നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന് കീഴിൽ വരുന്ന ഭൂപ്രദേശങ്ങളെ പറ്റിയൊക്കെയാണ് ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ പറയുന്നത്. അപ്പം 1-ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറയുന്നതാണ്. നമ്മുടെ രാജ്യം അതിന്റെ കീഴിൽ വരുന്ന ഭൂപ്രദേശങ്ങൾ. അപ്പം പൊതുവായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിളുകളെല്ലാം കൂടി ഒരു പാർട്ടായിട്ട് മാറ്റി വെക്കുന്നു, ഒരു ഭാഗമായിട്ട് മാറ്റുന്നു. അതാണ് നമ്മുടെ ഭരണഘടനയെ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തില് നമ്മുടെ രാജ്യവും അതിന്റെ കീഴിൽ വരുന്ന ഭൂപ്രദേശങ്ങളും, 2-ാമത്തെ ഭാഗത്തിൽ വരുന്നതെന്ന് പറഞ്ഞാല് പൗരത്വം എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് പൗരത്വം എല്ലാവർക്കും കിട്ടുന്നതെന്നാണ് 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. 3-ാമത്തെ ഭാഗം എന്ന് കേട്ടുണ്ടാക്കി നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. അപ്പം ഭരണഘടന അതിന്റെ ടോപ്പിക്കുകൾ അത് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകളെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്നതെന്ന് മാത്രമേ ഈ പാർട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. 1-ാമത്തെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 1-ാമത്തെ പാർട്ടിലെ ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെയാണ് കവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യം അതിന്റെ കീഴിൽ വരുന്ന ഭൂപ്രദേശങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2-ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു പൗരത്വമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയുള്ള ഭാഗമാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. 3-ാമത്തെ ഭാഗം മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ആ ഭാഗങ്ങൾ ആർട്ടിക്കിളുകളെയാണ് പാർട്ട് 3 ഭാഗം 3 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള. അപ്പം ഭരണഘടന ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടന തിരിച്ചേക്കുന്നതാണ് ഈ ഭാഗം അല്ലെ പാർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്ര ഇനി നമ്മൾ കേട്ടുള്ള ഷെഡ്യൂൾസ് അല്ലെങ്കിൽ പട്ടികകൾ. അപ്പൊ ആ വാക്ക് ഒന്ന് ടേബിളുകളാണ്. ഭരണഘടന ചില ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയേക്കുന്ന ടേബിളുകളാണ് ഈ പറയുന്ന ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഷെഡ്യൂളുകളെ ഇടയ്ക്ക് ചോദ്യത്തിൽ വരുന്നതാണ് ഇന്ന ഷെഡ്യൂൾ എന്താണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള ചോദ്യം വരാറുള്ളതാണ്. ആകെ 12 ഷെഡ്യൂളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് PSCക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നതുമാണ്. അവരുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഈ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകളെ പറ്റി ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തി ടേബിളുകൾ, അങ്ങനെ 12 ടേബിളുകളാണ് ഭരണഘടനയിലുള്ളത്. ആ ടേബിളുകളിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള സാധനം കൂടി നമ്മൾ ഓർത്ത് വെച്ചുകൊള്ളുക. അത് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കുറുക്കുവഴി പോലെയുള്ളതാണ് ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ള ഇത് എല്ലാവരും തന്നെ പറഞ്ഞു, അല്ല നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വരുന്ന ഒരു ഷോർട്ട് ഫോം ആണ് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അതായത് ഈ ഷെഡ്യൂളുകളുടെ എല്ലാം ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് വന്നേക്കുന്നതാണ്. അത് ഓർത്താൽ ആ 12 ഷെഡ്യൂളുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ളതിന്റെ ഫുൾ ഫോം ആയിട്ട് ഈ കൊടുത്തേക്കുന്ന ഇതാണ്. 1-ാമത്തെ ടേബിള്, 1-ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടേക്കുന്നത് നമ്മുടെ രാജ്യത്തെ ടെറിട്ടറികളും അതിന്റെ സ്റ്റേറ്റുകളുടെ പേരാണ് ഉൾപ്പെടുത്തേക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റുകളും മറ്റ് യൂണിയൻ ടെറിട്ടറീസ്, നമ്മുടെ ഇവിടുത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ടേബിളാണ് 1-ാമത്തേത്. ടെറിട്ടറീസും സ്റ്റേറ്റുകളും ഉൾപ്പെടുന്ന, അതാണ് T വരുന്നത്. ടെറിട്ടറീസ്, ഭൂപ്രദേശങ്ങളും സ്റ്റേറ്റുകളുടെ പേര് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് 1-ാമത്തെ ടേബിൾ. ഇനി 2-ാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ചില സ്ഥാനങ്ങൾ കൈയാളുന്ന, അതായത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഗവർണർമാരായിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, ഡെപ്യൂട്ടി സ്പീക്കർ ആയിക്കോട്ടെ, സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, ഹൈക്കോടതി ജഡ്ജി ആയിക്കോട്ടെ, ഇങ്ങനെ ചില സ്ഥാനങ്ങൾ കൈയാളുന്നവർക്ക് കിട്ടുന്ന അവരുടെ
ആ ഒരു വരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തെയാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ഷെഡ്യൂളിൽ കൊടുത്തേക്കുന്നത്. അതാണ് എമോളുമെന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രതിഫലം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ TETAസിന്റെ ആ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമോളുമെന്റ്സ് അല്ലെങ്കിൽ ഈ അവരുടെ ആ ഒരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥാനങ്ങൾ നമ്മൾ ഒരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ കൈയാളുന്നവർക്ക് കൊടുക്കുന്ന ആ ഒരു വരുമാനമാണ് ഈ എമോളുമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ അഫർമേഷൻ ആൻഡ് ഓത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേ പ്രതിജ്ഞ, നമ്മൾ ഒരു സ്ഥാനം ഏൽക്കുമ്പോൾ മന്ത്രിമാരായിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവര് ഒരു പ്രതിജ്ഞ ചൊല്ലുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പ്രതിജ്ഞ ഓരോരുത്തരും ഏത് പ്രതിജ്ഞയാണ് എടുക്കേണ്ടതെന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിയേക്കുന്നതാണ് മൂന്നാമത്തെ ടേബിൾ. അതാണ് അഫർമേഷൻ അല്ലെങ്കിൽ ഓത്ത്, പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചേക്കുന്നത് അതാണ് മൂന്നാമത്തെ ടേബിളിൽ ഉൾപ്പെട്ടേക്കുന്നത്. ഇനി നാലാമത്തെ ടേബിളിൽ ഉൾപ്പെട്ടേക്കുന്നത് ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. 9 രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത്. അപ്പം അതുപോലെ ഓരോ സ്റ്റേറ്റിനും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സ്റ്റേറ്റിനും എത്ര രാജ്യസഭാ സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടേബിളാണ് നാലാമത്തെ ടേബിള്. രാജ്യസഭാ സീറ്റ് അലോക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ ടേബിളിൽ പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസ്. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് പട്ടികജാതി പട്ടികവർഗക്കാര് കൂടുതലായിട്ട് താമസിക്കുന്ന ഏരിയാസിനെ ഷെഡ്യൂൾഡ് ഏരിയാസ് ആയിട്ട് തിരിക്കാറുണ്ട്. അതായത് ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള ഏരിയയിൽ കൂടുതൽ പട്ടികജാതി പട്ടികവർഗക്കാര് ഒരുമിച്ച് താമസിക്കുന്ന, കൂട്ടമായിട്ട് താമസിക്കുന്ന ഏരിയാസിന് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഷെഡ്യൂൾഡ് ഏരിയാസിനെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ, ഭരിക്കാൻ പറ്റുള്ള പ്രൊവിഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയേക്കുന്ന ടേബിളാണ് അഞ്ചാമത്തെ ടേബിൾ. അതാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് കൊടുത്തേക്കുന്നത്. ഇനി ആറാമത്തെ ടേബിൾ അതർ ട്രൈബൽ ഏരിയാസ്. ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞ് പട്ടികജാതി പട്ടികവർഗക്കാര് കൂടുതലായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന സ്റ്റേറ്റുകളുടെ ഭാഗങ്ങളാണ് ഈ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഇനി അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെങ്കിൽ അതർ ട്രൈബൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗം ഉണ്ടല്ലോ, ഇന്ത്യയുടെ വടക്കിഴക്കൻ ഭാഗങ്ങൾ, അത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഇങ്ങനെയുള്ള വടക്കിഴക്കൻ ഭാഗങ്ങളിലും അങ്ങനെയുള്ള ആ ഏരിയാസിലുള്ളവരും ട്രൈബൽസ് ആണ്, അല്ലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഭാഗത്തെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ, എങ്ങനെ ഭരിക്കാന്നുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ആറാമത്തെ ടേബിൾ വെച്ചത്. അപ്പൊ അഞ്ചാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെട്ടേക്കുന്ന സ്റ്റേറ്റുകൾ, അതായത് ഈ വടക്കേക്കൻ സംസ്ഥാനങ്ങൾ അല്ലാത്ത സ്റ്റേറ്റുകൾ, നമ്മുടെ ജാർഖണ്ഡ് ആയിക്കോട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ പട്ടികജാതി പട്ടികവർഗക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയാസിനെ എങ്ങനെ ഭരിക്കാന്നുള്ളതിനെ പറ്റിയാണ് അഞ്ചാമത്തെ ടേബിൾ. ഇനി ആറാമത്തെ ടേബിൾ ആണെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുള്ളവര് ഒരുമിച്ച് താമസിക്കുന്ന ഈ ആദിവാസി സമൂഹത്തിലുള്ളവർ ഒരുമിച്ച് താമസിക്കുന്ന ഏരിയാസിനെ എങ്ങനെ ഭരിക്കാനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആറാമത്തെ ടേബിൾ സംസാരിക്കുന്നത്. ഇനി ഏഴാമത്തെ ടേബിൾ നമ്മുടെ രാജ്യത്തെ ഭരണ വിഷയങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റിന് പൂർണ്ണമായിട്ടും അധികാരങ്ങളുള്ള ലിസ്റ്റാണ് സെൻട്രൽ ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന് പൂർണ്ണ അധികാരം, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്ന ലിസ്റ്റുകളാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരേപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ മൂന്ന് ലിസ്റ്റാണ് നമ്മുടെ രാജ്യത്തെ ഭരണ വിഷയങ്ങളെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, സെൻട്രൽ ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില വിഷയങ്ങൾ, അതായത് വിദേശകാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രതിരോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സ്റ്റേറ്റിന് യാതൊരു റോളും അതിൻ്റെ അകത്തില്ല. അപ്പം അങ്ങനെ കേന്ദ്ര സർക്കാരിന് മാത്രം നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതിനെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നത്. ഇനി രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഏരിയാസ് ആണ് ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന പല പല ഏരിയാസ് ഉണ്ട്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് നമ്മുടെ ഇവിടുത്തെ
അതായത് ഈ മദ്യവും മദ്യ നയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ല ഓരോ സ്റ്റേറ്റിന് വിട്ടുകൊടുത്തേക്കുന്നത്. അതാണ് ഓരോ സ്റ്റേറ്റിലും മദ്യനയം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെ മുകളിലുള്ള നികുതിയെല്ലാം ഒരു സ്റ്റേറ്റ് തീരുമാനിക്കാൻ കാരണം അതാണ്. അപ്പം മദ്യവും മദ്യനയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിന് ഒരേപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ടേക്കുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അതായത് നമ്മുടെ വനം പോലെയുള്ള വനം വന്യജീവി പോലെയുള്ളവയിൽ നമ്മുടെ സ്റ്റേറ്റിനും സെന്ററിനും ഒരേപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനത്തെ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് 7ാമത്തെ പട്ടിക അല്ലെങ്കിൽ 7ാമത്തെ ഷെഡ്യൂള്. അതാണ് ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി 8ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റിയാണ്, ഔദ്യോഗിക ഭാഷകളെ പറ്റിയാണ്. നമുക്കറിയാം 22 ഔദ്യോഗിക ഭാഷകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാക്കി. അപ്പം ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 8ാമത്തെ പട്ടികയിൽ ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. 8ാമത്തെ പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകൾ 22 ഔദ്യോഗിക ഭാഷകളെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഈ 8ാമത്തെ ടേബിളിലാണ്. ഇനി അടുത്തായിട്ട് 9ാമത്തെ ടേബിളിൽ ഉൾപ്പെട്ടേക്കുന്നത് നമ്മുടെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളെ പറ്റിയാണ് ഈ 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടേക്കുന്നത്. അതിന്റെ ആ ഒരു കേസ് എന്തുകൊണ്ടാണ് ഇവയെ പ്രത്യേകം ഉൾപ്പെടുത്തിയേക്കുന്നത് എന്നുള്ളതിന്റെയൊക്കെ നമുക്ക് പിന്നീട് മൗലികാവകാശം പഠിക്കുമ്പോൾ ഒക്കെ പറയാവുന്നതാണ്. എങ്കിലും ലാൻഡ് റീഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പറഞ്ഞ 9ാമത്തെ ലിസ്റ്റും കൂടി 9ാമത്തെ ടേബിൾ വന്നേക്കുന്നത്. ഈ 12 ടേബിളും കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വെക്കാം. അപ്പം ശ്രദ്ധിച്ചിരിക്കാം. അപ്പം അടുത്തായിട്ട് 10ാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഡിഫക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിഫക്ഷൻ കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിട്ട് ഒരു പാർട്ടിയുടെ ഭാഗമായി വിജയിച്ച ഒരു ജനപ്രതിനിധി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് കൂറുമാറ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഡിഫക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിഫക്ഷനെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഈ 10ാമത്തെ ടേബിള്. 11ാമത്തെ ടേബിളിൽ പഞ്ചായത്തുകളെ പറ്റി, 12ാമത്തെ ടേബിൾ മുനിസിപ്പാലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അതാണ് പിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോയിന്റർ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. 1ാമത്തെ ടേബിൾ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കയ്യിൽ വരുന്ന യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റുകളുടെ പേരുകൾ കൊടുത്തേക്കുന്നതാണ് 1ാമത്തെ ടേബിൾ. അതാണ് T കൊടുത്തേക്കുന്നത്. ഇനി എമോളുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കാര്യം എമോളുമെന്റ്സിന്റെ കാര്യം കൊടുത്തേക്കുന്നത് 2ാമത്തെ ടേബിളാണ്. അതാണ് വന്നേക്കുന്നത്. 3ാമത്തെ ടേബിളിൽ നമ്മുടെ രാജ്യത്തെ മിനിസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പീക്കർ ആയിക്കോട്ടെ ഇങ്ങനെയുള്ളവർ എടുക്കുന്ന ഓത്തുകൾ പ്രതിജ്ഞയെ പറ്റി കൊടുത്തേക്കുന്നതാണ് 3ാമത്തെ ടേബിൾ. അതാണ് അഫർമേഷൻ അല്ലെങ്കിൽ ഓത്ത് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഓരോ സ്റ്റേറ്റിനും രാജ്യസഭാ സീറ്റുകൾ വ്യത്യസ്തമാണ്. നമ്മൾ കേരളത്തിൽ 9 സീറ്റാണ്. അതുപോലെ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ടുള്ള സീറ്റുകളാണ്. അതുപോലെ ഓരോ സ്റ്റേറ്റിനും എത്ര രാജ്യസഭാ സീറ്റുകളാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്ന് ഉൾക്കൊള്ളിച്ചിട്ടാണ് 4ാമത്തെ ടേബിൾ വന്നേക്കുന്നത്. അതാണ് 6 വന്നേക്കുന്നത്. 5ാമത്തെ ടേബിൾ വന്നേക്കുന്നത് ഷെഡ്യൂൾഡ് ഏരിയസ്. നമ്മൾ പറഞ്ഞ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലെയുള്ള പട്ടികജാതി പട്ടികവർഗക്കാർ തിങ്ങിപ്പാക്കുന്ന ചില ഏരിയാസിന് ഭരിക്കുമ്പോൾ പ്രത്യേക ചില റൂൾസും ചില ചട്ടങ്ങളും ഒക്കെ പാലിക്കാവുന്നതാണ്. അതിനെപ്പറ്റി അപ്പോൾ അത്തരം ഏരിയാസിനെ പറ്റി അവയെ എങ്ങനെ ഭരിക്കാന്നൊക്കെ ഉള്ളതിനെ പറ്റി ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് 5ാമത്തെ ടേബിള്. ഇനി ഈ ആദിവാസികൾ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ തന്നെ താമസിക്കുന്ന ഒരു പ്രത്യേക ഏരിയയാണ് നമ്മുടെ വടക്കുകിഴക്കൻ ഭാഗം, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ആസാമൊക്കെ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ. അങ്ങനെ വടക്കുകിഴക്കൻ ഭാഗത്തെ ട്രൈബൽ ഏരിയാസ് റൂൾ ചെയ്യുമ്പോൾ ഗവേൺ ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രത്യേക ചട്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയെ പറ്റിയാണ് 6ാമത്തെ ടേബിളിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഇനി 7ാമത്തെ ടേബിളിൽ നമ്മൾ പറഞ്ഞു 3 ലിസ്റ്റുകളുണ്ട് നമ്മുടെ രാജ്യത്തെ വിഷയങ്ങളെ തിരിച്ചേക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകളെയാണ് 7ാമത്തെ ടേബിളിൽ ഉൾപ്പെട്ടേക്കുന്നത്. ഇനി 8ാമത്തെ ടേബിളിൽ ഉൾപ്പെട്ടേക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക ഭാഷകളാണ്. 22 ഔദ്യോഗിക ഭാഷകൾ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 22 ഔദ്യോഗിക ഭാഷകളാണ് നമുക്കുള്ളത്. അവയെല്ലാം കൊടുത്തേക്കുന്നത് 8ാമത്തെ ടേബിളിലാണ്. ഇനി 9ാമത്തെ ടേബിളിൽ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിനെപ്പറ്റി പിന്നെ പറയാമെങ്കിൽ ഓർത്ത് വെച്ചോളൂ. 9ാമത്തെ ടേബിളിൽ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. 10ാമത്തെ ടേബിളിൽ കൂറുമാറ്റം അല്ലെങ്കിൽ ഡിഫക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രൊവിഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11ാമത്തെ ടേബിളിൽ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട്, 12ാമത്തെ ടേബിളിൽ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ നോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ